കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. കൊൽക്കത്ത കസ്ബയിലുള്ള ലോ കോളേജിലാണ് സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് പിടികൂടി. പ്രതികളിൽ 2 പേർ ലോ കോളേജിലെ വിദ്യാർത്ഥികളും ഒരാൾ പൂർവ്വ വിദ്യാർത്ഥിയുമാണ്. ജൂൺ 25-ാം തീയതി രാത്രി 7:30-നും 10:50-നും ഇടയിലാണ് ദാരുണ സംഭവം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നു. അതിജീവിതയായ പെൺകുട്ടി നൽകിയ പരാതിയിൽ കസ്ബ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കോളേജിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റായ മഞ്ജോഹിത് മിശ്ര, ബെയ്ബ് അഹമ്മദ്, പ്രമിത് മുഖോപാധ്യായ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോളേജ് കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ് പെൺകുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായത്. കേസിൽ അതിജീവിതയുടെ പ്രാഥമിക വൈദ്യപരിശോധന നടത്തി. സാക്ഷിമൊഴികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലത്ത് ഫോറൻസിക് പരിശോധന ഉടൻ നടത്തുമെന്നും പോലീസ് അറിയിച്ചു. 3 പ്രതികളും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ ജൂലൈ 1-ാം തീയതി വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്തെത്തി. സംഭവത്തിന് പോലീസാണ് പൂർണ്ണ ഉത്തരവാദികളെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കുറ്റപ്പെടുത്തി. പശ്ചിമബംഗാളിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തുടരുകയാണെന്നും മമതാ സർക്കാർ പശ്ചിമബംഗാളിനെ സ്ത്രീകളുടെ പേടി സ്വപ്നമാക്കി മാറ്റിയെന്നും അമിത് മാളവ്യ കുറ്റപ്പെടുത്തി. ഇരയായ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും കൂടെ BJP നിലകൊള്ളുമെന്നും പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.